ഹലോ! നമുക്കിന്നൊരു സോയ ചങ്ക്സ് കറി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അടിപൊളി ടേസ്റ്റുമാണ്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനാണ് കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ വെക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ സോയ ഇതുപോലെ 2 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപ്പിട്ടാണ് കേട്ടോ തിളപ്പിച്ച് അത് ഊറ്റി പിഴിഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് മാറ്റി വെച്ചതാണേ. ഇനി അതവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 2, 3 ഗ്രാമ്പൂവും ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി അരിഞ്ഞതും 7 വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ സോയ കഴിക്കാത്തവർ പോലും ചിലപ്പോൾ കഴിക്കും കേട്ടോ. ഞാനും ആദ്യമൊന്നും കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ചോറിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സോയ തന്നെ പല രീതിയിൽ കറി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയ ഇത് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഇത് എന്താ പറയുക, നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ കോമ്പിനേഷനാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കിത് ചോറിൻ്റെ കൂടെ തന്നെയാണ് കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാനൊക്കെ അറിയാവുന്നതായിരിക്കും. ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ എനിക്കിത് നല്ല ടേസ്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സോയാബീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലെല്ലാത്തിലും ഈ സോയാബീനിൽ നമ്മൾ ഈ മസാല എല്ലാം നന്നായിട്ട് പിടിക്കത്തക്ക വേണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ മസാല എല്ലാം അതിൽ പിടിക്കും. നമ്മൾ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ സോയാബീനിൽ കുറച്ച് ഉപ്പുണ്ടാവും. പിഴിഞ്ഞെടുത്ത് കൊണ്ട് കുറേ പോയിട്ടുണ്ടാവും, എന്നാൽ കുറച്ച് ഉപ്പുണ്ടാവും കേട്ടോ. ഇനി മസാല എല്ലാം അതിൽ പിടിച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഉപ്പും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ചെറിയ തക്കാളി വേണമെങ്കിൽ മാത്രം മതി. ഒരു ചെറിയ തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വെന്ത് വറ്റി വരണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് എത്രത്തോളം വറ്റണോ അത്രത്തോളം വറ്റിച്ചെടുക്കാം. ഇത് നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ.